അതിനു മുമ്പ് തന്നെ എൻ്റെ ഭാര്യ സഹോദരി MP സഹോദരനെ പറ്റി വളരെയധികം പറയുമായിരുന്നു. കാരണം അവിടെയാണ് കുമ്പനാട്ട കൊടുന്തറ വീട്ടിൽ നിന്നാണ് പുള്ളി പഠിച്ചത്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ബന്ധം ബാവുച്ചാൻ എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ കാണാൻ സാധിക്കുന്നത്, എനിക്ക് ആദ്യമായിട്ട് കാണാൻ സാധിക്കുന്ന അമേരിക്കയിൽ ഡാലസിൽ വെച്ചാണ്. പുള്ളി 90s വന്ന് എൻ്റെ കൂടെ താമസിച്ചു. അതിനുശേഷം പിന്നെയും അടുത്ത പ്രാവശ്യം വന്നപ്പോഴും എൻ്റെ കൂടെ താമസിച്ചു. അതിനുശേഷം പല പ്രാവശ്യം വന്നപ്പോഴൊക്കെ എന്നെ കാണുകയും ഞങ്ങളുടെ സ്നേഹബന്ധം പുലർത്തുവാൻ തക്കവണ്ണം ഇടയായി. അത് മാത്രമല്ല, എൻ്റെ സഹോദരി ആ ഭവനത്തിൽ നിന്നാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. എൻ്റെ ഇളയ സഹോദരിയുടെ ഭർത്താവ് MP തോമസ് സഹോദരൻ്റെ ഫസ്റ്റ് കസിനാണ് ഷാജി. അന്നേരം ആ രീതിയിലും ഞങ്ങൾക്ക് ഒരു ഭൗമിക സംബന്ധമുണ്ട്. അത് മാത്രമല്ല, എൻ്റെ വൈഫിൻ്റെ ഫസ്റ്റ് കസിനും കഴിച്ചേക്കുന്ന MP തോമസ് സഹോദരൻ്റെ സിസ്റ്ററിനെയാണ്. അങ്ങനെ പല രീതിയിൽ ഞങ്ങൾക്ക് ആത്മീയ ബന്ധമുണ്ട്. എന്നാൽ ഇവിടെ എനിക്ക് ആദ്യം ഓർമ്മ വന്ന് ഞാൻ കാര്യം പറഞ്ഞു, അമേരിക്കയിൽ വെച്ചാണ് ഞാൻ കാണുന്നത്. അതേപോലെ അവസാനമായിട്ട് കാണുന്നതും ഞാൻ അങ്കമാലിയിലാണ്. എൻ്റെ മൂത്ത സഹോദരിയുടെ മരണസമയത്ത് MP തോമസ് സഹോദരനും മോനും കൂടെ വന്ന് മോനെ പരിചയപ്പെടുത്തി. ഇത് എൻ്റെ മോൻ ജെയിംസ് ആണ് എന്നും പറഞ്ഞുകൊണ്ട് ആ ചിരിച്ച മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്നും മറയാതെ ഇരിക്കുന്നു. അതിനുശേഷം എനിക്ക് MP തോമസ് സഹോദരനെ കാണുവാൻ സാധിച്ചിട്ടില്ല. ആ സഹോദരൻ വളരെയധികം പുസ്തകങ്ങൾ എഴുതുകയും എല്ലാ വർഷവും എനിക്ക് എഴുത്തുകൾ എഴുതുകയും ഞങ്ങൾ തമ്മിൽ ഒരു കത്തർവാഴുകൾ മുഖാന്തരം ഒരു സംബന്ധമുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് ഇന്നിപ്പോൾ പറയാനുള്ളത് പൗലോസ് പറഞ്ഞ കാര്യമാണ് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. 2 Timothy chapter 4 verse 6 to 8, if you read, it says that, "For I am already being poured out as a drink offering, and the time of my departure is at hand. I have fought the good fight, I have finished the race, I have kept the faith. Finally there is laid up for me the crown of righteousness, which the Lord the righteous judge will give to me on that day, and not to me but also to all who have loved his appearing." അതാണ് എനിക്ക് MP തോമസ് സഹോദരനുമായിട്ടുള്ള പറയാനുള്ളത്. കാരണം ആ സഹോദരൻ നല്ല ഒരു ഫൈറ്റ് ചെയ്തു. അതിൽ പുള്ളി അത് നിലനിർത്തി. ദൈവം അവന് വേണ്ടി നല്ലൊരു കിരീടം വെച്ചിരിക്കുന്നു. എനിക്കറിയാം എൻ്റെ സമയം അതിക്രമിച്ചു. ഞാൻ അധികം സമയം എടുക്കുന്നില്ല. എനിക്ക് നൽകിയ ഈ സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേപോലെ അതിൽ ബന്ധപ്പെട്ട അവർക്കും എൻ്റെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ വിരോധ ദുഃഖത്തിൽ അവരുടെ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ അനുശോചനം അറിയിച്ചുകൊള്ളുന്നു. കർത്തൃകാഹളം യുഗാന്തികാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതശോഭിതത്തിനാ രക്ഷപ്പെട്ടോരക്കരെ കൂടിയാകാശെ പേർ വിളിക്കും നേരം കാണും എൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോര ശോഭിത പ്രഭാതത്തിൽ ക്രിസ്തൻ ശോഭധരിപ്പാനുയർപ്പുത്തൻ. ഭക്തർ ഭാവനെ ആകാശമപ്പുറം കൂടിയിടുമ്പോൾ പേർ വിളിക്കും നേരം കാണുമെൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം
പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. കർത്തൻ പേർക്കുറാപ്പകലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ, വാർത്ത ഞാൻ ചൊല്ലിയിടത്തേതൻ സ്നേഹത്തിൻ. വാർത്തലത്തിലെന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ, പേർ വിളിക്കും നേരം കാണും എൻ പേരും. പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും, പേർ വിളിക്കും നേരം കാണും എൻ പേരും. നമ്മുടെ സമയത്തിന്റെ കാര്യം എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഒരിക്കലൂടെ ഞാൻ ഓർപ്പിക്കുകയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ പറയുക. തോമാച്ചായന്റെ മാതാവ് മരിച്ച് ആ സംസ്കാര ശുശ്രൂഷയ്ക്കും ലീഡ് ചെയ്യാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ട് എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ തിരിച്ച് ചോദിച്ചു, തോമാച്ചായ കോട്ടയത്തുനിന്ന് ഞാൻ കുളത്തൂപ്പുഴ വരെ വരണോ, മറ്റാരെങ്കിലും ചെയ്യില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഇങ്ങനെയാണ്: കൃത്യസമയത്ത് തീരണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധമുണ്ട്, അതുകൊണ്ട് സഹോദരൻ തന്നെ വന്ന് ആ കാര്യമൊന്ന് ചെയ്തു തരണം. ഈ കാര്യത്തിലും ജെയിംസ് അത് എന്നോട് പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ഒരു സെക്കൻഡെങ്കിലും മുൻപോട്ട് പോയാൽ ഒന്ന് എഴുന്നേറ്റ് വരുവോ, ഒന്ന് തോണ്ടുവോ ഒക്കെ ചെയ്യുന്നുവെങ്കിൽ ക്ഷമിക്കണം. നമ്മുടെ ശുശ്രൂഷകൾ കൃത്യസമയത്ത് അവസാനിപ്പിക്കണം എന്നുള്ളതുകൊണ്ടാണ് ആ കാര്യം പ്രത്യേകമായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. TMM ഹോസ്പിറ്റൽ, തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയുമായി ഈ കുടുംബത്തിനുള്ള ബന്ധം എല്ലാവർക്കും അറിയാം എന്ന് ഞാൻ കരുതുന്നു. ഇന്നലെ തന്നെ അവിടെ നിന്ന് മോർച്ചറിയിൽ നിന്ന് ശരീരം എടുത്തിങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചപ്പോൾ